കാസർഗോഡ് ഉദുമയിൽ CPM നേതാവ് മകളെ വീട്ടുതടങ്കലിലാക്കിയതായി പരാതി. ഉദുമ ഏരിയ കമ്മിറ്റി അംഗം PV ഭാസ്കരന്റെ മകൾ സംഗീതയാണ് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയത്. ഇതരമാസത്തിനായ യുവാവിനെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചതാണ് വീട്ടിൽ പൂട്ടിയിടാൻ കാരണമെന്നും ചികിത്സ നിഷേധിക്കുന്നെന്നും യുവതി വീഡിയോ സന്ദേശത്തിൽ ആരോപിച്ചു. അപകടത്തെ തുടർന്ന് അരയ്ക്ക് താഴെ തളർന്നു കിടപ്പിലാണ് സംഗീത. നരകതുല്യമായാണ് ഞാനിവിടെ ജീവിക്കുന്നത്. ഇവിടെ നിന്നും എന്നെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം. പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയാണ്. എന്നെ സ്വതന്ത്രമായി ജീവിക്കാൻ ഇവിടെ അർഹതയില്ല എനിക്ക്. മുസ്ലിം വിരോധം മൂത്ത് ഇവരെന്നെ തന്നെ കൊല്ലുമെന്ന നിലയിലാണ് എൻ്റെ വീട്ടുകാരുള്ളത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പോലീസ് സൂപ്രണ്ടിന് പരാതി കൊടുത്തിരുന്നു. ഇതുവരെയും അതിനു മുകളിൽ നടപടിയൊന്നും ആയിട്ടില്ല. എന്തുകൊണ്ട് അവർ നടപടി എടുക്കാൻ വൈകുന്നതെന്ന് എനിക്കറിയില്ല. എൻ്റെ അച്ഛൻ ഒരു രാഷ്ട്രീയ പ്രവർത്തകനായതുകൊണ്ടായിരിക്കാം അവർ ഭയക്കുന്നുണ്ടാവുക. ഉദുമയിലെ 34-കാരിയാണ് പിതാവിനും കുടുംബത്തിനുമെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച് രംഗത്തെത്തിയത്. 2 വർഷം മുൻപ് വാഹനാപകടത്തെ തുടർന്ന് പെൺകുട്ടിയുടെ അരക്ക് താഴെ തളർന്നുപോയിരുന്നു. പിന്നീട് ചികിത്സ നൽകിയ യുവാവുമായി യുവതി സൗഹൃദത്തിലാവുകയായിരുന്നു. വിവാഹം കഴിക്കണമെന്ന ആവശ്യത്തെ വീട്ടുകാർ എതിർത്തതായും വീട്ടിൽ പൂട്ടിയിട്ട് മർദ്ദിച്ചെന്നും ചികിത്സ നിഷേധിച്ചതായും പരാതിയിൽ പറയുന്നു. എനിക്ക് മെഡിക്കലി ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ആ ഇഷ്യൂസ് എല്ലാം എനിക്ക് ഈ ട്രീറ്റ്മെൻറ്റ് വഴി 1 by 1 ആയിട്ട് ക്യൂർ ആവുകയും നടക്കാനുള്ളൊരു ബോഡി ടോണായിട്ട് വരികയും ചെയ്യുന്ന സമയത്തിൽ എനിക്ക് എൻ്റെ ആരോഗ്യപരമായെന്ന് മാത്രമല്ല എൻ്റെ ജീവിതത്തിലോട്ടും ഇനിയും ഒരുപാട് മുന്നിൽ പോകാനുണ്ട്. എനിക്ക് എൻ്റെ നഷ്ടപ്പെട്ട ജീവിതം തിരിച്ചു കിട്ടുന്നുള്ള ഒരു രീതിക്ക് വൈദ്യർ എന്നെ എൻ്റെ ലൈഫിൽ എന്നോട് അച്ചീവ് ചെയ്യാനും എന്നെ പ്രോത്സാഹിപ്പിച്ചൊരു മനുഷ്യനാണ്. എനിക്കത് കാണാനുമുണ്ട്. ആ ഒരു വൈദ്യപരമായിട്ടും പേഴ്സണലായിട്ടും എനിക്ക് ഇത്രയും ഒരു എഫേർട്ട് കിട്ടിയ ഒരു സിസ്റ്റം ഇത്രയും നാളായിട്ട് എൻ്റെ ലൈഫിലില്ലായിരുന്നു. അത് കിട്ടിയതിൻ്റെ പേരിൽ എൻ്റെ അച്ഛനും അമ്മയ്ക്കും അത് ഡൈജസ്റ്റ് ആവാത്തതിൻ്റെ പേരിൽ എൻ്റെ ട്രീറ്റ്മെൻറ്റ് നിർത്തി എന്നെ വീട്ടിലേക്ക് കൊണ്ടുവരുമോ. ഏകദേശം മാസങ്ങൾ 5 മാസം കഴിഞ്ഞു ഞാൻ എൻ്റെ വീട്ടുതടങ്കലിലാണ്. പിതാവിന്റെ സ്വാധീനം ഉപയോഗിച്ച് കേസ് അട്ടിമറിക്കാൻ ശ്രമം നടന്നതായും യുവതി വീഡിയോ സന്ദേശത്തിൽ ആരോപിച്ചു. അതേസമയം യുവതിയുടെ വെളിപ്പെടുത്തലിൽ വീട്ടുകാരോ പാർട്ടി നേതൃത്വമോ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ന്യൂസ് 18 കാസർഗോഡ്.